അമ്മ മാതാവ് വഴി ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അനു അഗസ്റ്റിൻ. എൻ്റെ വീട് പാലാ രൂപതയിലെ കോതനല്ലൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് നവംബർ 11, 2022 അതുവഴി എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുകയുണ്ടായി. ഞാൻ B2 എക്സാം പാസ്സായി ജർമ്മനിയിൽ പോകാനിടയായി. 2024 ഒക്ടോബർ 30 ഞാൻ ജർമ്മനിയിലെത്തിയത്. പക്ഷേ അവിടെ എത്തിയതിന് ശേഷം എനിക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം ഞാൻ ചെന്ന ഹോസ്പിറ്റലിൽ ഞാൻ മാത്രമായിരുന്നു ആകെ ഉണ്ടായിരുന്ന ഒരു ഇന്ത്യക്കാരി. എനിക്കൊരു സംശയങ്ങൾ ചോദിക്കാനോ എൻ്റെ ഡൗട്ട്സ് ഒന്നും ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാനോ എനിക്ക് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ തനിയായിരുന്നു. അതുപോലെ എനിക്ക് ലാംഗ്വേജ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഞാൻ B2 പാസ്സായിട്ടാണ് പോയതെങ്കിലും ജർമ്മൻ പഠിച്ചവർക്കറിയാം, ആദ്യം ചെല്ലുന്ന സമയത്ത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾസ് ഞാൻ ആദ്യ സമയത്ത് ഫേസ് ചെയ്തു. ആ സമയങ്ങളിലെല്ലാം എനിക്ക് അഭയമായിരുന്നത് ഇവിടുത്തെ ഉടമ്പടി ധ്യാനങ്ങളും മാതാവിൻ്റെ ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളിലൊക്കെയാണ് ഞാൻ അഭയം തേടി ആശ്വസിച്ചിരുന്നത്. അതിനുശേഷം ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രോബ്ലം എനിക്കൊരു അക്കോമഡേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. ആദ്യം ഞാൻ താമസിച്ചിരുന്നത് എനിക്ക് ഹോസ്പിറ്റലിൽ റെഡിയാക്കി തന്ന ഒരു വീട്ടിലായിരുന്നു. അതിനുശേഷം അവിടെ എനിക്ക് 9 മാസം മാത്രമേ താമസിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ഞാൻ മാറി താമസിക്കേണ്ടിയിരുന്നു. പുതിയൊരു അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ പല വഴിക്ക് അന്വേഷിച്ചു. എനിക്ക് അന്വേഷിച്ച സ്ഥലങ്ങളിലൊന്നും എൻ്റെ ലാംഗ്വേജ് പ്രോബ്ലംസ് കാരണം എനിക്ക് ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അതിനുശേഷം ഞാൻ പല ആപ്പ് വഴിയൊക്കെ ആപ്ലിക്കേഷൻസ് അയച്ചു. അങ്ങനെ ഞാനൊരു വീട് കാണാനിടയായി. ഞാൻ എവിടെ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ഈ ഉടമ്പടി കാശ് രൂപം കൈ പിടിച്ചാണ് പോകുന്നത്. കാരണം എനിക്ക് കൂട്ടിന് മറ്റാരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ അവിടെ ഉടമ്പടി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. ഈ കാശ് രൂപം പിടിച്ച് പോയത് കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ധൈര്യം എനിക്ക് അനുഭവപ്പെടാനിടയായി. അങ്ങനെ ഞാൻ സന്തോഷമായിട്ട് തന്നെ അവിടുന്ന് തിരിച്ചു പോന്നു. പക്ഷേ തിരിച്ചു വന്നതിന് ശേഷം അവരെനിക്കൊരു മെയിൽ അയച്ചു. അതിൽ കുറേ റിക്വയർമെൻറ്റ്സ് അവരെന്നോട് ചോദിച്ചിരുന്നു. അതിൽ ചോദിച്ചിരുന്ന പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായത് പോലുമില്ല. ഇതെന്താണ്, ഇത് എവിടെ നിന്നാണ് കിട്ടുക, എങ്ങനെയാണിത് അറേഞ്ച് ചെയ്യുക എന്നെനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ പല വഴിക്ക് അന്വേഷിച്ച് എൻ്റെ കൊളീഗ്സിനോടുമൊക്കെ ചോദിച്ച് ഈ കാര്യങ്ങളൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്കും അവരെനിക്ക് തന്നിരുന്ന ആ ഡേറ്റ് കഴിഞ്ഞു പോയി. അവരെനിക്ക് ഒരു കട്ട് ഓഫ് ഡേറ്റ് തന്നിരുന്നു ഈ റിക്വയർമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാനുള്ളത്. പക്ഷേ എനിക്ക് ആ ഡേറ്റിൽ അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാനത് വിട്ടു. ഇനി എനിക്കത് കിട്ടത്തില്ല, വെറുതെ ഇനി അത് പ്രതീക്ഷിക്കേണ്ടെന്ന രീതിയിൽ ഞാൻ മറ്റു പല സ്ഥലങ്ങളിലും അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷേ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ വീണ്ടും എനിക്ക് മെയിൽ അയക്കുകയാണ്, അനു നീ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിനകത്ത് ഈ 2 സാധനങ്ങൾ കുറവുണ്ട്, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവരെനിക്കൊരു സാമ്പിൾ കൂടി എനിക്ക് അയച്ചു തന്നിരിക്കുകയാണ്. നീ ഇതിങ്ങനെ റെഡിയാക്കി കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ട്. ഒരിക്കലും അവരങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം ജർമ്മനിയിലൊക്കെ പോകുന്നവർക്കറിയാം ഒരു അക്കോമഡേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർ നമ്മളോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കിക്കൊണ്ട് ചെന്നാൽ പോലും അവരൊരു അക്കോമഡേഷൻ ഫെസിലിറ്റി നമുക്ക് ലഭിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ആ ഒരു അവസരത്തിലാണ് അവരെനിക്ക് വേണ്ടി വീണ്ടും വെയിറ്റ് ചെയ്ത് അവരെനിക്കൊരു സാമ്പിൾ അയച്ചു തന്ന് അങ്ങനെ ഞാൻ വീണ്ടും ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് ആ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന ആ സിറ്റുവേഷൻ വരെ എത്തി. അപ്പോൾ വീണ്ടും ഒരു പ്രോബ്ലം അവരെന്നോട് പറഞ്ഞത് മാർച്ച് പകുതി ആകുമ്പോഴത്തേക്കും ഞാൻ വെക്കേറ്റ് ചെയ്ത് പുതിയ വീട്ടിലോട്ട് മാറണമെന്നാണ്. പക്ഷേ ഞാൻ അവിടെ ഒരു വലിയ എമൗണ്ട് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. 3 മാസത്തെ റെൻറ്റ് കോഷൻ ഡെപ്പോസിറ്റായിട്ട് കൊടുക്കണം, അതുപോലെ 1 മാസത്തെ റെൻറ്റ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം. ഇത്രയും വലിയൊരു എമൗണ്ട് ഞാൻ അവർക്ക് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ആകെ 6 മാസമേ ആയുള്ളൂ ജർമ്മനിയിൽ എത്തിയിട്ട്. പിന്നെ അത്രയും വലിയൊരു എമൗണ്ട് സെറ്റിൽ ചെയ്യാനുള്ള ഒരു കെൽപ്പ് എനിക്ക് ആ സമയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് ഒരു 15 ദിവസം എക്സ്റ്റെൻഡ് ചെയ്ത് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഈ കോൺട്രാക്റ്റൊക്കെ വായിക്കാനൊക്കെയും മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ പഴയ ലാൻഡ് ലോഡിൻ്റെ ഹെൽപ്പ് ചോദിച്ചിരുന്നു. അപ്പം ഞാൻ ആളോട് ചോദിച്ചു, എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാമോ, ഒരു 15 ദിവസം എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. പക്ഷേ ആൾ പറഞ്ഞു അവരൊരിക്കലും അത് സമ്മതിക്കില്ല, നീ അത് പ്രതീക്ഷിക്കേണ്ട, നീ പുതിയ വീട് അന്വേഷിച്ചോ, അതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞു. പിന്നെ നിനക്ക് ഒരു സമാധാനത്തിന് വേണ്ടി വേണമെങ്കിൽ നീ അവർക്കൊരു മെയിൽ അയച്ചു നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ഉടമ്പടി കാശ് രൂപം കയ്യിൽ പിടിച്ച് ഞാൻ അവർക്ക് മെയിൽ അയച്ചു. പക്ഷേ അത്ഭുതകരമായിട്ട് അവരത് എഗ്രി ചെയ്തു. നീ ഏപ്രിൽ 1-ാം തീയതി മാറിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ആ വീട് ലഭിക്കാനിടയായി. അങ്ങനെ അവർ ചോദിച്ച എമൗണ്ട് എല്ലാം എനിക്ക് സെറ്റിൽ ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ എമൗണ്ട് എല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ബാക്കി ഫർണിച്ചറുകൾ വാങ്ങിക്കാനുള്ള മണിയൊന്നും എനിക്കില്ലായിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് എൻ്റെ ലാൻഡ് ലോഡ് എനിക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകളും എനിക്ക് ഫ്രീ ആയി തരികയുണ്ടായി. അതാണ് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് ലഭിച്ചത്
ഞാൻ ആദ്യം താമസിച്ചിരുന്ന വീട്ടിൽ എൻ്റെ ഒരു ഹൗസ് മേറ്റ്, എൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, ഒരു ഫിലിപ്പീനോ ഒരു കുട്ടിയായിരുന്നു. ആൾക്കൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടായിരുന്നു. അത് ആൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അത് കണ്ടുപിടിച്ചത്. അപ്പോൾ അത് വളരെ കണ്ടാജിയസ് ആയിട്ടുള്ള പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നൊരു അസുഖമായിരുന്നു. ഇപ്പം നമുക്കത് അറിഞ്ഞാൽ പോലും ഒന്നും ചെയ്യാനില്ല, കാരണം നമുക്ക് വേറെ മാറി താമസിക്കാനുള്ള ഫെസിലിറ്റി ഒന്നുമില്ല. ആ അവസരത്തിൽ ഞാൻ വളരെയേറെ പേടിച്ചു, എനിക്ക് ഈ അസുഖം വരുമോ എന്നൊക്കെ പേടിച്ചു. പക്ഷേ അങ്ങനെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് ഈ അസുഖം വരാൻ ഇടവരരുതേ എന്ന്. പക്ഷേ ഇതുവരെ എനിക്കൊരു കുഴപ്പവും ഉണ്ടായില്ല. അമ്മ എന്നെ പൂർണ്ണമായി സംരക്ഷിച്ചു. അതുപോലെ മൂന്നാമത്തെ സാക്ഷ്യം, ഒരു മാസം മുമ്പ് എൻ്റെ മൂക്കിൽ നിന്ന് നേസൽ മ്യൂക്കസിൻ്റെ കൂടുതൽ ഒരു ബ്ലഡ് സ്റ്റെയിൻ കാണുകയുണ്ടായി. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏകദേശം ഒരു 1 വീക്കോളം അത് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ എനിക്കിത് ആരെ കാണിക്കണം എന്നറിയില്ല, ആരോട് പറയണമെന്നറിയില്ല. കാരണം നമുക്ക് അവിടെ ചെന്നിട്ടൊരു ഫാമിലി ഡോക്ടറൊന്നും ഇല്ലാതെ നമുക്കൊരു ഡോക്ടറെ കാണാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഡോക്ടറെ കാണാൻ നമ്മൾ ശ്രമിച്ചാലും അത് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഈ പ്രോബ്ലം സുഖപ്പെടുത്തി തരണം. എനിക്കിപ്പോൾ ഒരു ഡോക്ടറെ കാണാനുള്ള സൗകര്യമില്ല, അല്ലാതെ തന്നെ അമ്മ എനിക്കത് മാറ്റി തരണം. ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് അവർക്കൊക്കെ ടെൻഷനാവും. ഞാൻ അതുകൊണ്ട് ആരോടും പറഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ അതിനുശേഷം ഒരു 1.5 മാസമായി എനിക്ക് ഇതുവരെ യാതൊരു പ്രോബ്ലവും ഇല്ല. അങ്ങനെ അമ്മ മാതാവ് വഴി ഈശോ എനിക്ക് ചെയ്തു തന്ന ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. അതുപോലെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെയായിരുന്ന സമയത്ത് ഓർഫനേജുകളിലും ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയി ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് എനിക്കതൊന്നും സാധിച്ചില്ല. എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സാമ്പത്തിക സഹായം എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ കയ്യിലുള്ള ഒരു എമൗണ്ട് അയച്ചു കൊടുത്ത് ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്. അതുപോലെ ഞാൻ അവിടെ പുതിയതായിട്ട് ചെന്നപ്പം എനിക്കറിയാം അവിടെ എന്തൊക്കെ ഡിഫിക്കൽട്ടീസാണ് ഞാൻ ഫേസ് ചെയ്തതെന്ന്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും സഹായം ആവശ്യമുള്ളപ്പോൾ എനിക്കറിയാവുന്ന ഇൻഫർമേഷൻസ് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതാണ് എൻ്റെ കാരുണ്യ പ്രവർത്തികൾ. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് കൃപാസനം പത്രം മലയാളത്തിലും ഇംഗ്ലീഷിലും ജർമ്മനിലും ഉള്ളത് മേടിച്ചുകൊണ്ട് പോയിട്ട് മലയാളം കുർബാന നടക്കുന്ന പള്ളിയിൽ കൊണ്ടുപോയി മലയാളം കൊടുത്തു. ജർമ്മൻ കുർബാന നടക്കുന്ന പള്ളിയിൽ ജർമ്മൻ പത്രം കൊടുത്തു. അതുപോലെ ഇംഗ്ലീഷ് കുർബാന നടക്കുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ് അവിടെ. അപ്പോൾ ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി അന്വേഷിച്ച് ഞാൻ താമസിക്കുന്ന സ്റ്റേറ്റിൽ എവിടെയാണ് ഇംഗ്ലീഷ് കുർബാന നടക്കുന്ന പള്ളിയുള്ളതെന്ന് അന്വേഷിച്ച് ഒരുപാട് ഏകദേശം 35 കിലോമീറ്ററോളം യാത്ര ചെയ്ത് അവിടെ കൊണ്ടുപോയി ആ പത്രം കൊടുക്കാനും എനിക്ക് സാധിച്ചു. ഇതൊക്കെയാണ് എനിക്ക് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യാൻ സാധിച്ചത്. ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചത് തന്നെ അമ്മ എനിക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. കാരണം എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാനും മറ്റുള്ളവരോട് സംസാരിക്കാനും ഒക്കെ ഒരുപാട് മടിയുള്ള ഒരു വ്യക്തിയാണ്. അമ്മ മാതാവ് വഴി ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 63:8 എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലതുകരം എന്നെ താങ്ങി നിർത്തുന്നു. അനു അഗസ്റ്റിൻ എന്ന ഈ മകൾ ബിറ്റു വിജയിച്ച് ജർമ്മനിയിൽ ചെന്ന് അവിടെ ജീവിതം എങ്ങനെ കരുപ്പിടിപ്പിച്ചു എന്നതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ നന്ദിപൂർവം കൃപാസനം മാതാവിന് സമർപ്പിക്കുന്നത്. മകൾ പറയുന്നുണ്ട്, മകൾ മാത്രം ഏക ഇന്ത്യക്കാരിയായ ജർമ്മൻ ഭാഷ ബാക്കി എല്ലാവരും ജർമ്മനിക്കാരായ ഒരു ആശുപത്രിയിലാണ് മകൾ ചെന്ന് കയറുന്നത്. ഭാഷയിൽ തന്നെയുള്ള പരിജ്ഞാനക്കുറവ് അവിടെയുള്ള ജീവിതം ആദ്യകാലങ്ങളിൽ വളരെയധികം ക്ലേശ അനുഭവങ്ങളിലൂടെ കൊണ്ടുപോയി. എങ്കിൽ ഒരിക്കൽ പോലും പതറാതെ നിരാശപ്പെടാതെ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ജീവിതം കൊടുത്തുകൊണ്ട് അവിടെയുള്ള സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുവാൻ അമ്മ മാതാവ് സഹായിച്ചതിന് നന്ദിയോടുകൂടി സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നീട് ഒരു വീട് കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു. അത് ജർമ്മൻ പോലെയുള്ള എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും പ്രധാനപ്പെട്ട ഒരു വിഷയവുമാണ്. ഏറെ ക്ലേശമുള്ള ഒരു വിഷയം കൂടിയാണ്. മകളേറെ അധ്വാനിച്ച് അതിൻ്റെ കോൺട്രാക്റ്റൊക്കെ എന്താണെന്ന് പോലും ശരിക്കും മനസ്സിലാവാതെ പ്രയാസപ്പെട്ടിരുന്ന നാളുകളിൽ പഴയ ലാൻഡ് ലോഡ് മകളെ അതിന് സഹായിക്കുന്നതും അതുവഴി ആ വീടും അതിനകത്തുള്ള ഫർണിച്ചറുകളുമെല്ലാം അമ്മ മാതാവിൻ്റെ പ്രത്യേക സഹായത്താൽ ലൈറ്റ് കാൻഡിൽ പ്രെയർ വഴി വളരെ സുഗമമായി മകൾക്ക് ലഭിച്ചതിനെയാണ് മകൾ രണ്ടാമത് സാക്ഷ്യപ്പെടുത്തിയത്. മറ്റൊന്ന്, കൂടെ താമസിച്ചിരുന്ന വ്യക്തിക്ക് ഉണ്ടായിരുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പടരുന്ന രോഗത്തിൻ്റെ പ്രശ്നം,
അത് ഏത് തരത്തിലും തന്നെ ബാധിക്കാമെന്ന് തിരിച്ചറിയുമ്പോൾ ആകെയുള്ള ആശ്രയം കൃപാസന മാതാവും നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും മാത്രമായിരുന്നു. ഒപ്പം താമസിച്ചിട്ടും മറ്റെങ്ങും താമസിക്കുവാനോ പുറത്തു മാറുവാനോ ഒന്നും പറ്റാത്ത സാഹചര്യത്തിലും ഒപ്പം താമസിച്ചിട്ടും യാതൊരു അപകടവുമില്ലാതെ മകളെ അമ്മ മാതാവ് കാത്തുകൊണ്ട് ഒരു രോഗവും ബാധിക്കാതെ സംരക്ഷിച്ചതിന് നന്ദിയാണ് മകൾ പിന്നീട് സമർപ്പിക്കുന്നത്. ഒടുവിൽ മകൾ പറഞ്ഞത് അത് മൂക്കിലുള്ള രക്തം വരുന്ന ഒരു പ്രയാസം, അതേറെ ക്ലേശത്തോടു കൂടി പോയിരുന്ന നാളുകളിൽ ആരോടും പറയുവാനോ പെട്ടെന്ന് ചികിത്സ കിട്ടുവാനോ സാധിക്കാത്ത അവസരത്തിലും കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ നിയോഗം സമർപ്പിച്ച് ഉടമ്പടി പ്രാർത്ഥനയിൽ നിരന്തരം നിലനിന്നുകൊണ്ട് അമ്മയുടെ സംരക്ഷണയാൽ സൗഖ്യപ്പെടുത്തുന്ന ഈശോയുടെ കരസ്പർശനത്താൽ വേഗത്തിൽ സാധാരണ നിലയിൽ എല്ലാ കാര്യങ്ങളും മാറുന്നതിന് വേണ്ടി മകൾ പ്രാർത്ഥിക്കുകയും അത് പൂർണ്ണമായി സൗഖ്യപ്പെട്ടുകൊണ്ട് യാതൊരു മരുന്നും ലേപനവും ഉപയോഗിക്കാതെ അമ്മ മാതാവിനുടെ ഈശോ നൽകിയ ഈ വലിയ സൗഖ്യാനുഭവത്തെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. വിദേശത്താണെങ്കിലും എന്നും ഉടമ്പടിയിൽ സ്ഥിരതയോടെ ജീവിക്കുന്നതിന്, അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം നിരന്തരം കൂടുന്നതിന്, സാക്ഷ്യങ്ങൾ കേട്ട് പങ്കുവയ്ക്കുന്നതിന്, അറിയുന്നവർക്കൊക്കെയും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതിന് മകൾ കാണിച്ചിരുന്ന നിരന്തരമായ ശ്രദ്ധയും തീഷ്ണതയും വാക്കുകളിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഉടമ്പടിയിലാണോ, നമ്മൾ ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കുകയാണ്. അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം നമുക്കറിയാത്തിടങ്ങളിൽ നമുക്ക് പരിഹാരമില്ലാത്ത നിസ്സഹായരായി പോകുന്ന അവസ്ഥകളിൽ നമുക്ക് വേണ്ടി മാതാവ് തന്നെ ഈശോയുടെ അരികിൽ നിരന്തരം പറഞ്ഞുകൊണ്ട് ക്ലേശങ്ങൾ മാറ്റി നമ്മളെ സൗഖ്യത്തിലേക്ക്, സംരക്ഷണയിലേക്ക്, സഹായമുള്ള സാഹചര്യങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ സന്തോഷകരമായ സാക്ഷ്യമാണ് ഈ മകൾ പങ്കുവയ്ക്കുക. സൗഖ്യപ്പെടുത്തുന്ന, സംരക്ഷിക്കുന്ന, സ്നേഹിക്കുന്ന, ഒറ്റയ്ക്കല്ല കൂടെയുണ്ടെന്ന് പറയുന്ന പരിശുദ്ധമ്മയുടെ ഈ വലിയ സാന്നിധ്യത്തിന്, അനുഭവങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം കരങ്ങളടിച്ച് നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.